പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC 2020 ജനുവരി 18 നടത്തിയ ഫയർമാൻ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ ട്രെയിനി NCA പരീക്ഷയുടെ ഫസ്റ്റ് എയ്ഡ് സിലബസുമായി ബന്ധപ്പെട്ട് ചോദിച്ച 10 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. വരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷകളിലും ഫസ്റ്റ് എയ്ഡ് ചോദ്യങ്ങൾ ഇനി മുതൽ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിലായിരിക്കും ഈ 10 ചോദ്യങ്ങൾ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 41ാമത്തെ ചോദ്യം. What is the technique used for opening the airway of an unconscious person? അതായത് അബോധാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ ശ്വസനം എളുപ്പമാക്കാനുള്ള വഴി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ്. ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് അതായത് തലയൊന്ന് ചെരിച്ചതിന് ശേഷം താടി ഒന്ന് ഉയർത്തി കൊടുക്കുക. തലയൊന്ന് ചെരിച്ചതിന് ശേഷം താടിയൊന്ന് ഉയർത്തി കൊടുക്കണം. അടുത്ത ചോദ്യം, 42ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് കംപ്രഷൻ ടു റെസ്ക്യൂ ബ്രീത്ത് റേഷ്യോ വൈൽ പെർഫോമിംഗ് CPR ഓൺ ആൻ അഡൽട്ട് പേഴ്സൺ ഇൻ കാർഡിയാക് അറസ്റ്റ്? അതായത് CPR കൊടുക്കുമ്പോൾ, CPR എന്ന് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ നെഞ്ചിലമർത്തി വായുവിലൂടെ കൃത്രിമ ശ്വാസം കൊടുക്കുന്നത്. അങ്ങനെ ആ CPR കൊടുക്കുന്നതിൻ്റെ റേഷ്യോ അഥവാ അനുപാതമാണിവിടെ ചോദിക്കുന്നത്. CPR കൊടുക്കുന്നതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 30 കംപ്രഷൻസ് ടു റെസ്ക്യൂ ബ്രീത്ത്. അതായത് 30 അമർത്തലിന് 2 ബ്രീത്ത് കൊടുക്കണം. ഓപ്ഷൻ ഡി ആണ്, 30 കംപ്രഷൻസ് ടു റെസ്ക്യൂ ബ്രീത്ത്. ഇതാണ് CPR കൊടുക്കുന്നതിൻ്റെ അനുപാതം. അടുത്ത ചോദ്യം, 43ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെഷർ ടു കൺട്രോൾ നോസ് ബ്ലീഡ് ഓർ എപ്പിസ്റ്റാക്സിസ്? അതായത് ഒരാളുടെ മൂക്കിൽ നിന്ന് ചോര വരുമ്പോൾ, മൂക്കിൽ നിന്ന് രക്തസ്രാവം വരുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സിറ്റ് ദ പേഴ്സൺ ഡൗൺ, ലീൻ ഫോർവേഡ് ആൻഡ് പിഞ്ച് ദ സോഫ്റ്റ് പാർട്ട് ഓഫ് നോസ്ട്രിൽ. അതായത് അയാളെ താഴെ ഇരുത്തിയിട്ട് അല്പം മുന്നോട്ട് ചായ്ച്ച് മൂക്കിലെ മൃദുവായ ഭാഗം തിരുമ്മി കൊടുക്കുക. താഴെ ഇരുത്തിയിട്ട് അല്പം മുന്നോട്ട് ചായ്ച്ച് മൂക്കിലെ മൃദുവായ ഭാഗം തിരുമ്മി കൊടുക്കുക. അടുത്ത ചോദ്യം, 44ാമത്തെ ചോദ്യം. യു ഹാവ് വിറ്റ്നസ്ഡ് ആസ് എ പേഴ്സൺ ഈസ് സഫറിങ് ഫ്രം ഇലക്ട്രിക് ബേൺ, യുവർ ഫസ്റ്റ് ആക്ഷൻ വിൽ ബി. അതായത് ഒരു വ്യക്തിക്ക് വൈദ്യുത പൊള്ളലേൽക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യ പ്രവർത്തനം എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ്, മേക്ക് ഷുവർ ദ പേഴ്സൺ ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം പവർ സോഴ്സ്. അതായത് വൈദ്യുതാഘാതമേറ്റ വ്യക്തിയെ വൈദ്യുതാഘാതം ഉണ്ടാക്കിയ ഉപകരണത്തിൽ നിന്നും വേർപെടുത്തിയെന്ന് ഉറപ്പാക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതാഘാതമേറ്റ വ്യക്തിയെ വൈദ്യുതാഘാതം ഉണ്ടാക്കിയ ഉപകരണത്തിൽ നിന്ന് വേർപെടുത്തിയെന്ന് ഉറപ്പാക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, മേക്ക് ഷുവർ ദ പേഴ്സൺ ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ പവർ സോഴ്സ്. അടുത്ത ചോദ്യം, 45ാമത്തെ ചോദ്യം. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്, വാട്ട് ആർ ദ മെഷേഴ്സ് എ പേഴ്സൺ ഷുഡ് ടേക്ക് ബിഫോർ സീക്കിംഗ് മെഡിക്കൽ കെയർ? അതായത് പാമ്പ് കടിയേറ്റാൽ വൈദ്യസഹായം തേടുന്നതിന് മുമ്പ് ഒരാൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്.
അതായത് ഇവയെല്ലാം ഉത്തരങ്ങളാണ്. അതായത് ഓപ്ഷൻ എ, റിമെയിൻ സ്റ്റിൽ ആൻഡ് കാം ആൻഡ് പൊസിഷൻ ദ ബിറ്റൺ പാർട്ട് ബിലോ ദ ലെവൽ ഓഫ് ഹേർട്ട്. അതായത് നിശ്ചലമായി തുടരുക, കടിയേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ തലത്തിന് താഴെ വരുന്ന വിധത്തിൽ വേണം വെക്കാൻ. അതുപോലെ തന്നെ ഓപ്ഷൻ ബി, റിമൂവ് ജ്വല്ലറി ആൻഡ് ടൈറ്റ് ക്ലോത്തിങ് ഫ്രം ബിറ്റൺ പാർട്ട്. അതായത് പാമ്പ് കടിയേറ്റ ഭാഗത്ത് ആഭരണങ്ങളും ഇറുകിയ വസ്ത്രങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യണം. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ, വാഷ് ദ വൂണ്ട് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ആൻഡ് കവർ ഇറ്റ് വിത്ത് ക്ലീൻ ക്ലോത്ത്. അതായത് കടിയേറ്റ ഭാഗത്തെ മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് മൂടണം. അപ്പോൾ ഈ ഉത്തരങ്ങൾ ഇതെല്ലാമാണ്. ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ്. അടുത്ത 46ാമത്തെ ചോദ്യം, എ വിക്ടിം ഓഫ് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കംപ്ലൈൻസ് ഓഫ് സെവർ പെയിൻ ഇൻ ലെഫ്റ്റ് ലോവർ ലെഗ് ആൻഡ് ഹി കനോട്ട് മൂവ് ദ എക്സ്ട്രീമിറ്റി. വാട്ട് ആർ ദ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് യു ഷുഡ് ഗിവ് ടു ദ പേഴ്സൺ. അതായത് റോഡ് ട്രാഫിക് അപകടത്തിനിരയായ ഒരാൾക്ക് ഇടത് കാലിൻ്റെ താഴെ കടുത്ത വേദന ഉണ്ടെന്നും അയാൾക്ക് അങ്ങേയറ്റം നടക്കാൻ കഴിയുന്നില്ലെന്നും പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ നടപടികൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്പ്ലിൻറ്റ് ആൻഡ് ഇമ്മൊബിലൈസ് ദ ലെഫ്റ്റ് ലെഗ്. സ്പ്ലിൻറ്റ് എന്നാൽ എല്ലിന് ഒടിവുള്ള ഭാഗം വെച്ച് കെട്ടുക. അതായത് എല്ലിൻ്റെ ഒടിവുള്ള ഭാഗം പ്ലാസ്റ്റർ ഇടുക, ഇട്ടതിന് ശേഷം ആ കാൽ അനങ്ങാതെ വെക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്പ്ലിൻറ്റ് ആൻഡ് ഇമ്മൊബിലൈസ് ദ ലെഫ്റ്റ് ലെഗ്. അടുത്ത ചോദ്യം 47ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ഫോർ സേവിങ് എ ചോക്കിംഗ് ഇൻഫാൻറ്റ്. അതായത് തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങി ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന ഒരു ശിശുവിനെ രക്ഷിക്കാനുള്ള പ്രഥമ ശുശ്രൂഷ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 5 ബാക്ക് ബ്ലോസ് ആൻഡ് 5 ചെസ്റ്റ് ത്രസ്റ്റ്. അതായത് 5 തവണ പുറത്തടിക്കുക, അതുപോലെ തന്നെ 5 തവണ നെഞ്ചിൽ ചെറിയ തട്ട് കൊടുക്കുക. 5 തവണ പുറത്തടിക്കുകയും വേണം, 5 തവണ നെഞ്ചിൽ ചെറിയ തട്ട് കൊടുക്കുകയും വേണം. അടുത്ത ചോദ്യം 48ാമത്തെ ചോദ്യം, ഓൺ ദ വേ ടു ഓഫീസ് യു ഫൈൻഡ് എ പേഴ്സൺ ലൈയിങ് അൺറെസ്പോൺസീവ് ഇൻ റോഡ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ആക്ഷൻ ടു സേവ് ദ ലൈഫ്. അതായത് നിങ്ങൾ ഓഫീസിലേക്കുള്ള യാത്രയിൽ റോഡിലൊരു വ്യക്തി പ്രതികരണമില്ലാതെ കിടക്കുന്നതായി കണ്ടു. അങ്ങനെയെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ആദ്യത്തെ മുൻഗണനാ നടപടി എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, മേക്ക് ദ സീൻ സേഫ് ഫോർ യു ടു ആക്ട്. അതായത് നമുക്ക് ആ രംഗം സേഫ് എന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യുക. അടുത്ത ചോദ്യം 49ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ട്രൂ റിഗാർഡിംഗ് സ്പ്ലിൻറ്റിങ്. അതായത് മുറിഞ്ഞ എല്ല് വെച്ച് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി. അപ്പോൾ ഇതിൽ ഉത്തരം ഓപ്ഷൻ എയും ബിയും ശരിയാണ്. ഓപ്ഷൻ എ, സ്പ്ലിൻസ് ഷുഡ് എക്സ്റ്റെൻഡ് വെൽ ബിയോണ്ട് അഫക്റ്റഡ് ജോയിൻറ്റ്. അതായത് മുറിഞ്ഞ ഭാഗത്ത് മാത്രമല്ല അതിൻ്റെ താഴെയും മുകളിലുമൊക്കെയായിട്ട് പ്ലാസ്റ്റർ ഇടണം. അതുപോലെ തന്നെ ഓപ്ഷൻ ബി, വൈഡ് സ്പ്ലിൻസ് ആർ ഓൾവേസ് ഗുഡ് ആൻഡ് എഫക്റ്റീവ്. അതായത് മുറിഞ്ഞ എല്ല് വരുന്ന ഭാഗത്ത് വീതിയിൽ പ്ലാസ്റ്റർ ഇടുന്നതാണ് നല്ലതും ഫലപ്രദവും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ 2 ഉത്തരങ്ങളും ശരിയാണ്. ഓപ്ഷൻ എയും ബിയും ശരിയാണ്. അപ്പോൾ
ഉത്തരം ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. അടുത്ത ചോദ്യം, 50ാമത്തെ ചോദ്യം. എ പേഴ്സൺ വാസ് ടേക്കിംഗ് ഫുഡ് ഇൻ എ റെസ്റ്റോറൻറ്റ്. സഡൻലി ഹി സ്റ്റാൻഡ്സ് ആൻഡ് ഹോൾഡ് ഹിസ് നെക്ക് ആൻഡ് ഷോയിങ് സം discomfort and not able to speak. What is the best priority action to perform in this context? അതായത് ഒരാൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ എണീറ്റ് നിന്ന് അയാളുടെ കഴുത്ത് പിടിച്ചിട്ട് സംസാരിക്കാൻ പറ്റാത്തതുപോലെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? അതായത് അയാളുടെ കഴുത്തിൽ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പെർഫോം അബ്ഡോമിനൽ ത്രസ്റ്റ് ടിൽ ഹി ക്ലിയേഴ്സ് ഹിസ് എയർവേ. അതായത് അയാളുടെ വാരിയെല്ല് കഴിഞ്ഞുള്ള വയറിൻ്റെ ഭാഗം അമർത്തി കൊടുക്കുക, തിരുമ്മി കൊടുക്കുക. അയാളുടെ ശ്വസന തടസ്സം മാറുന്നതുവരെ നമ്മൾ ഈ പ്രവർത്തനം തുടരുക. അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് ചോദ്യങ്ങൾ 10 ചോദ്യങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ ഇതിവിടെ പൂർണ്ണമാവുന്നു. 10 ഫസ്റ്റ് എയ്ഡ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് നോക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ PSC മുൻകാല ചോദ്യോത്തര വിശകലന ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.